രാജ്യത്ത് SDPI നിരോധിക്കും. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPIയെ നിയന്ത്രിക്കുന്നതെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ SDPIക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും സംരക്ഷിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ട് സംഘടനകളുടെയും പ്രവർത്തകരും ഒന്നു തന്നെയാണെന്നും ED വെളിപ്പെടുത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ED നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രണ്ട് സംഘടനകളും ഒന്നാണെന്ന് വ്യക്തമാക്കിയത്. 2018 മുതൽ MK ഫൈസി SDPIയുടെ ദേശീയ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയാണെന്നും ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് SDPI രൂപീകരിച്ചത്. SDPIയുടെ സാമ്പത്തിക അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടാണ്. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു നൽകി. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി 3.75 കോടി രൂപ നൽകിയതിന്റെ രേഖകളും ലഭിച്ചു. PFI ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി റമദാൻ കളക്ഷൻ എന്ന പേരിൽ വ്യാപകമായി ഫണ്ട് സ്വരൂപിച്ചതായും ED പറയുന്നു. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായും ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും നിന്ന് അനധികൃതമായി ഫണ്ട് കൈപ്പറ്റി ഭീകരപ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം 2022 സെപ്റ്റംബർ 28-നാണ് ഈ സംഘടനയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 5 വർഷത്തേക്ക് നിരോധിച്ചത്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPIക്ക് പണം നൽകിയത് നേരായ വഴിയിലൂടെയല്ലെന്ന് ED നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. തുടർന്നുണ്ടായ റെയ്ഡിലാണ് സംശയാസ്പദവും വെളിപ്പെടുത്താത്തതും കണക്കിൽപ്പെടാത്തതുമായ ഫണ്ടുകൾ SDPIക്ക് PFI നൽകിയെന്ന് ED കണ്ടെത്തിയത്. റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡയറികളിലും മറ്റു രേഖകളിലും SDPIക്ക് പണം നൽകിയതായി ഉണ്ടെങ്കിലും PFI ബാങ്ക് അക്കൗണ്ടുകളിലൂടെയല്ല ഈ പണം കൈമാറിയിരിക്കുന്നതെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായ ഒരു സാമൂഹിക പ്രസ്ഥാനമായും നിലകൊള്ളുന്ന PFI സംഘടനയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി SDPIയും മറ്റ് ഉപപ്രസ്ഥാനങ്ങളും രൂപീകരിച്ചെന്ന് ED വ്യക്തമാക്കുന്നു. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും പ്രധാനമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വൻ ഗൂഢാലോചനയുടെ ഭാഗമായി PFI ഫണ്ടുകൾ ശേഖരിച്ചു. രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളും അതിക്രമണങ്ങളും നടത്തുന്നതിനായി റംസാൻ കളക്ഷന്റെ പേരിൽ പ്രാദേശികമായും പണം സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ MK ഫൈസി ലഭിച്ച പണത്തിന്റെ സ്വീകർത്താവും ഗുണഭോക്താവും ഉപയോക്താവുമായി പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു. PFI സമാഹരിച്ച ഫണ്ടുകൾ നിയമവിരുദ്ധവും അക്രമപരവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചതെന്നും ED പറയുന്നു. വിവിധ സമയങ്ങളിലായി 12 തവണയാണ് ചോദ്യം ചെയ്യുന്നതിനായി MK ഫൈസിക്ക് നോട്ടീസ് അയച്ചതെന്ന് ED വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കാതെ വന്നതോടെ ഫൈസിക്കെതിരെ ED പട്ടാല ഹൗസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. 2024 ഡിസംബർ 17-ന് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചെങ്കിലും MK ഫൈസി ഹാജരായില്ല. തുടർന്ന് 2025 ജനുവരി 17-ന് കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. പട്ടാമ്പി വിളയൂരിനടുത്തുള്ള കൂരാച്ചിപ്പടി സ്വദേശിയാണ് K മൊയ്തീൻകുട്ടി എന്ന MK ഫൈസി.